വെച്ചു. കുറച്ച് കണക്റ്റേഴ്സ് ആണ് കേട്ടോ. അതായത് രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്ത് എഴുതാൻ പോവാണ് നമ്മൾ. ഇത്രയും ദിവസം നമ്മൾ ഒറ്റ സെന്റൻസിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ നമ്മുടെ സെന്റൻസ് കുറച്ച് വലുതാക്കാൻ പോവാണ്. അഡോസു എന്ന് പറയും. കൊണക്ടോറൻ, കണക്റ്റൂസിനെ എന്നാണ് പറയാം കേട്ടോ. കൊണക്ടോറൻ. രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സെന്റൻസസ്. അതുപോലെ തന്നെ ഇത് ഒരു കുറച്ച് കണക്റ്റേഴ്സിന്റെ മീനിങ് എഴുതി വെച്ചോ. എ എന്ന് പറഞ്ഞാൽ ആബർ എന്നാട്ടോ പറയുന്നത്. എ എന്ന് ഉദ്ദേശിക്കുന്നത് ആബർ. ആബറിന്റെ മീനിങ് ബട്ട് എന്നാണ്. ദേൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർ. സ്വന്തം എന്ന് പറഞ്ഞാൽ റാദർ. യു എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് ഉണ്ട്. ആൻഡ് എന്ന മീനിങ് ആണ് കേട്ടോ. ഉണ്ട്. ഇത്രയും കണക്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് A1 ലെവലിൽ പഠിക്കാനുള്ളത് കേട്ടോ. B2 വരെ ഇഷ്ടമാതിരി കണക്റ്റേഴ്സ് പഠിക്കാനുണ്ട്. A1 ഇത്രയാണ് മെയിനായിട്ട് അറിയേണ്ടത്. ബട്ട്, ബിക്കോസ്, ഓർ, റാദർ, ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് പറയുന്നത്. അഡോസു പഠിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ തരുന്നത് കേട്ടോ. അഡോസു. അതുപോലെ തന്നെ ഈ ഒരു കണക്റ്റേഴ്സ് ഇല്ലേ, ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സെന്റൻസുകളെ നമ്മൾ പറയാ നേബൻ സെറ്റ്സ് എന്നാണ് പറയാ കേട്ടോ. നേബൻ സെറ്റ്സ്. രണ്ട് സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യും. ഒരു സെന്റൻസും സെക്കൻഡ് സെന്റൻസും. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബർ എന്നുള്ളൊരു കണക്റ്റോർ യൂസ് ചെയ്യുക. സോ ഈ ആബർ യൂസ് ചെയ്യുന്ന സെന്റൻസിനെ നമ്മൾ നേബൻ സെറ്റ്സ് എന്ന് പറയും. സെന്റൻസ് എഴുതി കാണിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നേബൻ സെറ്റ്സ്. അതായത് നമ്മുടെ ഫോർമാറ്റ് വരിക, ആദ്യം നമ്മളൊരു ഹൗപ്പ് സെറ്റ്സ് എഴുതാന്ന് പറയും. ഹൗപ്പ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ സെന്റൻസ്. ഓക്കെ, മെയിൻ സെന്റൻസ്. അതിൻ്റെ കൂടെ ആബർ എഴുതിയിട്ട് ഒരു സെന്റൻസും കൂടെ നമ്മൾ എഴുതും. അതിനെയാണ് നമ്മൾ നേബൻ സെറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഇത് എഴുതി വെച്ചോ. സെന്റൻസ് എഴുതുമ്പോൾ ക്ലിയർ ഔട്ടോ. ഹൗപ്റ്റ് എന്ന് വെച്ചാൽ മെയിൻ എന്നാണ് പറയാം കേട്ടോ. ഹൗപ്റ്റ്. ഹൗപ്പ് സെറ്റ്സും നേബൻ സെറ്റ്സും. ഇനി B2 വരെ ഈ ഒരു വേർഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഹൗപ്പ് സെറ്റ്സ്, നേബൻ സെറ്റ്സ് എന്ന്. ഫസ്റ്റത്തേത് ആബർ. ഇനി ആബർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. രണ്ട് സെന്റൻസ്. ഞാൻ എൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്തു. ഞാൻ അവരോട് പക്ഷെ സംസാരിച്ചില്ല.
ഓക്കെ, ഈ സെന്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? ഇഷ് ബസൂഹെ മൈനെ എൽട്ടൺ. അവിടെ എൽട്ടൺ എന്നുള്ള ഏത് കേസാ? എൽട്ടർ കേട്ടോ. ഏത് കേസായിരിക്കും അത്? അക്യൂസാറ്റീവ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും? ഇവിടെ ബട്ട് നോക്കണ്ട, ബട്ട് പറയണ്ട, അല്ലാണ്ട് നോർമലായിട്ട് എങ്ങനെ മാറ്റും? ഞാൻ അവരോട് സംസാരിച്ചില്ല. ഡിഡിൻ്റെ നോക്കണ്ട കേട്ടോ, സ്പീക്ക് എടുത്താൽ മതി. ഇംഗ്ലീഷിൽ നമ്മൾ ഡിഡിൻ്റെ പറയും, പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ ഡിഡിൻ്റെ എന്ന് പറഞ്ഞില്ലേ, അതായത് ഞാൻ അവരോട് സംസാരിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ നിഷ്ടെന്നാണ് പറയാം. നിഷ്ട്, നോട്ട്, ഞാൻ സംസാരിച്ചില്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ നിഷ്ഠ എഴുതുന്ന ഒരു സെൻറ്റൻസിൻ്റെ അവസാനമാണ്. ഓക്കെ, അല്ലെങ്കിൽ സെൻറ്റൻസ് മാറ്റിത്തരണോ? സെൻറ്റൻസ് മാറ്റിത്തരാം, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ പറയേണ്ടി വരും. ഓക്കെ, ഞാൻ എൻ്റെ പാരൻസിനെ വിസിറ്റ് ചെയ്തു, പക്ഷെ അവരെൻ്റെ സിസ്റ്ററിനോടാണ് സംസാരിച്ചത്. ഇതിന് ബട്ടില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ വരും? ദേ എന്ന് പറയുന്നത് ഏത് കേസ് ആയിരിക്കും? നോമിനേറ്റീവ് കേസ്. നോമിനേറ്റീവ് കേസ്. ഇനി അവർ ആരോടാണ് സംസാരിച്ചത്? സിസ്റ്ററിനോട്. അപ്പോൾ എന്തായിരിക്കും? ഡാറ്റീവ്. ആരോട്? ആരെയെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഈ റീഡ് എന്ന് പറഞ്ഞില്ലേ, ഇതൊരു ഡാറ്റീവ് വേർബാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റീവ് ഡാറ്റീവ് ഇത് ഡാറ്റീവ് വെർബാണ്. റീഡ് ഒരു ഡാറ്റീവ് വേർബാണ്. വരും, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചു. ആ സംസാരം ആരോടാണ് സംസാരിച്ചത്? സിസ്റ്ററാണ് സംസാരിച്ചത്. സോ ആ ഒരു സംസാരത്തിലുള്ള ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വ്യക്തി ആരാ? സിസ്റ്ററാണ്. സോ അവർ ഡാറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള വേറെ തരാം. പ്രിപ്പയർ ചെയ്തോട്ടോ, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. But they go ഡാറ്റീവിൻ്റെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, അത് ഉള്ളിൽ വരും, അതാണ് പ്രശ്നം. ആ ഉണ്ട് ഉണ്ട്, 9 പ്രപ്പോസിഷൻ ഉണ്ട്. ഞാനത് വരാണ്ട് തരാനും നോക്കണം. ഡാറ്റീവ് ആയിരിക്കും, അക്യൂസാറ്റീവ് പോലെ തന്നെ. ഐ വിസിറ്റ് മൈ പാരൻസ് ബട്ട് എന്താ പറയാ സെൻറ്റൻസ്? ദേ ദേ ബൈ നോ മീനിങ് നോക്കരുത് കേട്ടോ. കേക്ക് ഫോർ മീ എല്ലാം അറിയുന്നല്ലേ? അറിയാത്തൊന്നുമില്ലല്ലോ. ഇവിടെ ബട്ടില്ലാണ്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ വരും? അതങ്ങനെ തന്നെ. ബട്ടില്ലാണ്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ വരും? ദേ എന്ന് പറയുമ്പോൾ എന്താ? ആര് എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചില്ല? ആരെന്ന് പറയുമ്പോൾ അവർ. അതെന്താ? സി ആ നോമിനേറ്റീവ്. അത് പറഞ്ഞാൽ മതി. ശരി, നോമിനേറ്റീവ്. ഓക്കെ, എനിക്ക് വേണ്ടി അവർ എന്ത് മേടിച്ചില്ല?
സോ ഇതെന്തായിരിക്കും? അക്യൂസാറ്റീവ്. ഇനി എനിക്ക് വേണ്ടിയല്ലേ മേടിക്കാഞ്ഞത്? ഇത് ഫോർ എന്താ? ഒരു അക്യൂസാറ്റീവ് പ്രിപ്പോസിഷൻ ആണല്ലോ. ഇവിടെ ആലോചിച്ച് വയ്ക്കുക, ഫോർ മീ എന്ന് വന്നാൽ എങ്ങനെ പറയാ? ഫ്യോർ മിഷ് എന്നല്ലേ പറയാ? ഈ ഫ്യോർ മിഷ് വന്നാൽ ഇപ്പം ഇതൊരു അക്യൂസാറ്റീവ് ആണ്, ഇതും അക്യൂസാറ്റീവ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. രണ്ട് അക്യൂസാറ്റീവ് വന്നാൽ നമുക്ക് അതിനെ ഡാറ്റീവ് ആക്കി എഴുതാം. അതായത് ഫ്യോർ മിഷ് എപ്പോഴേലും വന്നാൽ അതിനെ മാറ്റിയിട്ട് മിയർ എന്നാക്കാം. ഇല്ല, ഓക്കെ. ഫ്യോർ മിഷ് എന്ന് വന്നാൽ മിയർ എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ, ഇനി തൊട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. മീൻസ് ഇത് രണ്ട് അക്യൂസാറ്റീവ് വന്നാൽ നമ്മൾ അതിനെ ഡാറ്റീവ് ആക്കി എഴുതും. അങ്ങനെ ഫ്യോർ മിഷ് എന്നും പറയാം, മിയർ എന്നും പറയാം കേട്ടോ. ഏത് വേണമെങ്കിലും എടുത്ത് എഴുതാവേ. ഓക്കെ, ശരിയാണ്. പക്ഷെ ഇപ്പോൾ കേക്ക് അതെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ നല്ലതാക്കാൻ വേണ്ടി അതിനെ ഡാറ്റീവ് ആക്കി എഴുതും. ആർക്കാണ് അവർ കേക്ക് മേടിക്കാഞ്ഞത്? എനിക്കല്ലേ മേടിക്കാഞ്ഞേ. സോ അത് ഡാറ്റീവ് ആക്കി എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സി ബൈ എന്താ? കൗഫൻ. കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ അവരെന്നല്ലേ. അപ്പോൾ കോൺജുഗേഷൻ നോക്കാനുണ്ടോ? ഇല്ല. സി കൗഫൻ. ഇനി നോ കേക്ക്സ്, കേക്ക് മേടിച്ചില്ല എന്നാ പറയുന്നത്. അപ്പോൾ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോമൻ അല്ലേ. കേക്ക് മേടിച്ചില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഏതെടുക്കുക? നോ എന്ന് പറയുമ്പോൾ നെഗേറ്റ് ചെയ്യല്ലേ നമ്മൾ? നെഗേറ്റ് ചെയ്യല്ലേ? അപ്പോൾ കൈന എടുക്കണ്ടേ കേട്ടോ. അതായത് ഒരു നോമിൻ്റെ ഫ്രണ്ടിൽ നോ വേർഡ് വന്നാൽ കൈന എടുക്കേണ്ടത്. നോക്കണം. കേക്ക് എന്ന് പറഞ്ഞാൽ ദർ കൂഹനാണ്. ദർ കൂഹൻ എന്ന് പറയും കേക്കിന്. ഓക്കെ, അപ്പോൾ നോ കേക്ക് എന്ന് പറയുമ്പോൾ അക്യൂസാറ്റീവിൽ എങ്ങനെ വരും? കൈനൻ കൂഹൻ. ഉമ്മിലോട്ടില്ല കേട്ടോ. കൂഹൻ. ഇനി ആർക്കാ മേടിക്കാഞ്ഞേ? എനിക്കല്ലേ. സോ മിയർ. ഈ സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ. ഇതെന്താ? നോമിനാറ്റീവ്. ഇതെന്താ? വെർബ്. ഇതെന്താ? അക്യൂസാറ്റീവ്. ഇത് ഡാറ്റീവ്. ഡാറ്റീവ് കഴിഞ്ഞിട്ട് വേണം എന്ത് എഴുതാൻ? അക്യൂസാറ്റീവ് എഴുതാൻ. അത്രേ ഉള്ളൂ. അത് മാറ്റി എഴുതണം. ഓക്കെ, ഇതിനെ മാറ്റി എഴുതിക്കൊന്നോ? ഒരുമിച്ചെടുത്ത് എഴുതിക്കോ. ഐ വിസിറ്റ് മൈ പാരൻസ് ബട്ട് ദേ ബൈ നോ കേക്ക്സ് ഫോർ മീ. ആബറിൻ്റെ 5 ഉള്ളൂ. ഇതെടുത്ത് എഴുതുമ്പോൾ മാറ്റി എടുത്ത് എഴുതിക്കോളൂ കേട്ടോ. ഇത് രണ്ടും തിരിച്ച് എഴുതിക്കോളൂ. കൂഹൻ. ബട്ട് എഴുതണ്ട. ബട്ട് എങ്ങനെ വരാമെന്ന് പറഞ്ഞുതരാം. ആദ്യം 2 സെൻറ്റൻസ് എഴുതാം, എന്നിട്ട് അതിനെ മാറ്റി എഴുതാം. അപ്പോൾ നമ്മുടെ 2 സെൻറ്റൻസ് എങ്ങനെയാണ് വന്നത്? ആദ്യത്തത് ഇഷ് ബസൂഹെ മൈനെ എൽട്ടേൺ. എൽട്ടേൺ തന്നെ വരണേ. എൽട്ടേൺ. രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെയാ? സി കൗഫൻ മിയർ കൈനൻ കൂഹൻ. അല്ലേ? ഇത് രണ്ടും 2 സെൻറ്റൻസ് അല്ലേ? നമുക്കിതിനെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആബറാണ്. ആബർ എഴുതുമ്പോൾ ആബറിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആബർ എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എഴുതും, വെർബ് എഴുതും, ബാക്കി ഒബ്ജക്റ്റ് എഴുതും. ഇങ്ങനെയാണ് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പോവുക. ഇവിടെ നമ്മൾ ഇഷ് ബസൂഹെ മൈനെ എൽട്ടേൺ അതങ്ങനെ എടുത്ത് എഴുതി. അതാണ് നമ്മുടെ മെയിൻ സെൻറ്റൻസ് അല്ലേ? എൽട്ടർ. ഇഷ് ബസൂഹെ മൈനെ എൽട്ടർ. പക്ഷേ അവർ നമുക്ക് കേക്ക് ഒന്നും മേടിച്ച് തന്നില്ല എന്നാ പറയണ്ടേ. അപ്പൊ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? ആബർ. എപ്പോഴും ആബറിന് മുമ്പ് ഒരു കോമ വേണം കേട്ടോ. അത് എഴുതി വെച്ചോ. കോമ ഈസ് യൂസ്ഡ്. കോമ യൂസ് ചെയ്യും.
കോമ ബിഫോർ ആബർ. ആബറിന് മുമ്പ് കോമ യൂസ് ചെയ്യും കേട്ടോ. ആബർ. ഇഷ് ബെസൂഹെ മൈനെ എൽട്ടൺ ബട്ട്. ഇനി നമ്മുടെ സെന്റൻസിന്റെ ഫോമാറ്റ് എന്താ? ആബർ കഴിഞ്ഞ് എന്ത് എഴുതാറ്? ആബർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഏതാ? സി. ആബർ സി. ആബർ സി. അത് കഴിഞ്ഞ് എന്ത് എഴുതണ്ടേ? വെർബ് എന്താ? കൗഫൻ. ആബർ സി കൗഫൻ. ബാക്കി ഒബ്ജക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. മിയർ, കൈനൻ, കൂലി, കൈനൻ, കൂഹൻ. ജസ്റ്റ് ഒന്നുമില്ല, ആ കറക്റ്റ് മീനിങ് ഇല്ലേ, നമുക്കത് വേണം. നമ്മളതിനെ ഒറ്റ സെന്റൻസ് ആക്കി എഴുതി. ഈ രണ്ട് സെന്റൻസുകളെ ആബർ എന്ന കണക്ടർ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് രണ്ട് സെന്റൻസ് ആക്കി എഴുതി. ഏതാ? ടോട്ടൽ എഴുതിച്ചോ. അപ്പോൾ ആബർ വെച്ച് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഇഷ് ബെസൂഹെ മൈനെ എൽട്ടൺ ആബർ സി കൗഫൻ മിയർ കൈനൻ കൂലി. ഇനി ഇത് എഴുതുമ്പോൾ ഒരൊറ്റ സെന്റൻസ് അല്ലേ, വലിയ സെന്റൻസ് അല്ലേ, അപ്പോൾ പിന്നെ ആബർ എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി കേട്ടോ. സെന്റൻസിന് ഉള്ളിൽ വരുന്നതല്ലേ, പുതിയതൊന്നല്ലല്ലോ, അപ്പോൾ സ്മോൾ ലെറ്റർ എഴുതിയാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കേ. ജസ്റ്റ് രണ്ട് സെന്റൻസ് ആക്കാൻ വേണ്ട, നേരിട്ട് ഇത് ഇങ്ങനെ മാറ്റിയാൽ മതി. ബട്ടിന്റെ സ്ഥലത്ത് കൊടുക്കുക, ആബർ കൊടുക്കുക, അത്രേ ഉള്ളൂ. പിസ്സ എന്ന് പറഞ്ഞാൽ ദർ പിക്സയാണ് കേട്ടോ. അതുപോലെ കൂഹനും ദർ കൂഹൻ. വേറെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? വാണ്ടെന്താ? മൊഡാൽ വെർബ് പഠിപ്പിച്ചില്ലേ, അതിനകത്തുള്ളതാ. വൊള്ളൻ. വൊള്ളനാണ്. ഇഷിലല്ലേ, സബ്ജക്റ്റ് ഇഷല്ലേ, ഇഷിൽ വരുമ്പോൾ അത് വില്ലായിട്ട് വരും കേട്ടോ. മൊഡാൽ വെർബിൻ്റെ കോൺജുഗേഷൻ പഠിച്ചിട്ട് വന്നോളൂ എല്ലാം. എങ്ങനെയാ? ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, നാളേക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്കും മൊഡാൽ വെർബിൻ്റെ എല്ലാത്തിൻ്റെയും കോൺജുഗേഷൻ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. മൊഡാൽ വെർബ് വരുമ്പോൾ മറ്റേ വെർബ് എവിടെ പോവും? അറ്റത്ത് പോവും. ഇവിടെ ആബറിന് മുമ്പ് ഒരു കോമയല്ലേ വരാം അല്ലേ? സോ ഈ കോമയ്ക്ക് നമ്മുടെ മെയിൻ സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതല്ലേ. അപ്പൊ ഈ മെയിൻ സെന്റൻസിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ തീരണം കേട്ടോ. അതായത് ഈ ഈറ്റ് എന്ന് പറഞ്ഞ വെർബ് ഉണ്ടല്ലോ, ഇത് അവിടെ കൊണ്ട് എഴുതരുത്. കോമയ്ക്ക് മുമ്പ് തന്നെ എല്ലാം തീർക്കാം. കോമ കഴിഞ്ഞ അടുത്തൊരു സെന്റൻസ് ആണ്. അപ്പൊ ആബർ യൂസ് ചെയ്യുന്നത് ഈ സെന്റൻസിലല്ലേ, അതുകൊണ്ട് ഈ സെന്റൻസിൽ നമ്മൾ നേബൻ സെറ്റ്സ് എന്ന് പറയും. അതുപോലെ മെയിൻ സെന്റൻസിനെ നമ്മൾ ഹൗപ്പ് സെറ്റ്സ് എന്ന് പറയും. സെറ്റ്സ് എന്ന് പറഞ്ഞ സെന്റൻസ് എന്നാണ് കേട്ടോ. നേബൻ സെറ്റ്സ്, നേബൻ സെറ്റ്സ്, മെയിൻ സെറ്റ്സും സൈഡ് സെറ്റ്സും. SN. കേസ് അനുസരിച്ചിട്ട് മാറ്റണം കേട്ടോ. ദർകൂഹനും ദർപിസൊക്കെ. നോമിനാറ്റീവ് ഉണ്ട്, പക്കുസാറ്റീവ് ഇവിടെ വരാൻ നോക്കാം.
ഇവിടെ കയറ്റിക്കോ. ആ വരും വരും. നോമിനേറ്റീവും അക്യുസാറ്റീവും ആയിട്ട് വരും, നോമിനേറ്റീവും അക്യുസാറ്റീവും ഡാറ്റീവും ആയിട്ട് വരും, നോമിനേറ്റീവും ഡാറ്റീവും മാത്രമായിട്ടും വരും. നോമിനേറ്റീവ് എങ്ങനെ പോയാലും ഉണ്ടാവും, ബാക്കിയൊക്കെ വെർബുകൾക്കനുസരിച്ചിട്ട്. ഇത് എഴുതിയോ? എങ്ങനെ വന്നേ? ഇഷ്വിൽ ഇഷു എന്ന് പറഞ്ഞാൽ നോമിനേറ്റീവ്. എനിക്ക് എന്ത് കഴിക്കണം? അപ്പൊ കേക്ക് എന്താ? അക്യൂസേറ്റീവ്. അതെങ്ങനത്തെ എഴുതി പിന്നെ? ദേൻ കേക്കാട്ടോ. ഇഷ്വിൽ ദേൻ കൂഹൻ. ഇനി ഈ സെന്റൻസ് എൻഡ് ചെയ്യിക്കാൻ എന്തും കൂടെ ബാക്കിയുണ്ട്. ഈ സെന്റൻസിൽ നമ്മൾ ഇഷ് എഴുതി, വില്ല് എഴുതി, കേക്ക് എഴുതി, ഇനി എന്ത് എഴുതണ്ടേ? ഈറ്റ് എഴുതണ്ടേ? എവിടെ ഈറ്റ്? ഇവിടെ വരും കേട്ടോ. ഇഷ്വിൽ ഐനൻ കൂഹൻ എസൻ. ഇവിടെ ഹൗപ്സെറ്റ്സിലെല്ലാം അവിടെ തന്നെ നമ്മൾ തീർത്തു. ഇനി ബട്ട് ഐ ബൈ എ പിസ്സ. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ബട്ട് എന്ന് പറഞ്ഞാൽ ആബർ. ആബറിന് മുമ്പ് എന്ത് കൊടുത്തു? കോമ കൊടുത്തു. ആബർ. ആബർ കഴിഞ്ഞിട്ട് എന്താ ഫോമാറ്റ്? സബ്ജക്റ്റ് ഇഷ്, കൗഫേ, ദറാണോ ഒരാ? ദേൻ, ദേൻ പിസ്സ. ഇത് രണ്ടും രണ്ട് സെന്റൻസുകളാണ്. അതിനെ കണക്ട് ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കി എഴുതി. എവിടെ മിസ്റ്റേക്ക് വന്ന്? തേനാക്കിയില്ല. ഇഷ്വിൽ ദേൻ കൂഹൻ എസൻ, ആബർ ഇഷ് കൗഫേ ദേൻ പിസ്സ. കേക്ക് വേണ്ട. ഇഷിലല്ലേ കോൺജുഗേറ്റ് ചെയ്യാം. ഞാൻ എന്ത് മേടിച്ചു? എന്ത് കഴിക്കാൻ മേടിച്ചു? അല്ല എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? കേക്ക് കഴിക്കാൻ. സോ എന്തെന്ന് പറഞ്ഞാൽ എന്താ? അക്യൂസാറ്റീവ. ആരെന്ത് കഴിക്കാൻ, കേക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നു? ഞാൻ. അത് നോമിനേറ്റീവ്. എപ്പോഴും നമ്മൾ ആ വ്യക്തി ഉണ്ടല്ലോ, ആദ്യത്തെ സബ്ജക്റ്റ്, അയാളായിട്ടായിരിക്കും കോൺജുഗേറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഇവരെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ കഴിക്കുന്നു, അവർ പോകുന്നു എന്നല്ല പറയാം നമ്മള്. എഴുതിയോ? വേണ്ട. കാരണം ഞാൻ പറഞ്ഞു, ഒരു മൊഡാൽ വെർബും ഒരു നോർമൽ വെർബും വന്നാൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ആർക്കാ? മൊഡാൽ വെർബിനാണ്. മറ്റേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? എന്താ ആബർ ഓക്കെ ആയോ? I buy a car. സെന്റൻസ് എഴുതിക്കോട്ടെ. I buy a car. But it is slow. സ്ലോ എന്ന് പറഞ്ഞാൽ ലങ്സം എന്നാട്ടോ പറയാ. ലങ്സം ഒരു അഡ്ജക്റ്റീവ് ആണേ. നമ്മൾ കുറേ അഡ്ജക്റ്റീവ് പഠിച്ചിട്ടില്ലേ? ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുള്ളത്.
ഇത് സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കേ. ആ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കി മാറ്റാം കേട്ടോ. കോമ, ഫോമാറ്റ്. ഇങ്ങനെയാണോ വന്നേ? ആ എഴുതുക. ഓക്കെ ആണോ? ആ മുമ്പ് എഴുതിയ പോലെ തന്നെ, എഴുതുന്ന പോലെ തന്നെ, കോമില്ല. സബ്ജക്റ്റും വെർബും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടായാൽ മതി, സെയിം ആവാണ്ടിരുന്നാൽ മതി രണ്ടും. ഇവിടെ നോക്ക്, ഐ ബൈ എ കാർ, ഐ മീറ്റ് മൈ മദർ. ഞാനൊരു കാറ് മേടിച്ചു ആൻഡ് ഞാൻ എൻ്റെ അമ്മയെ മീറ്റും ചെയ്തു. മീനിങ് നോക്കണ്ട. ഇവിടെ ഉണ്ടിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? മതി. ജസ്റ്റ് ഇത് രണ്ടും കണക്ട് ചെയ്ത് നടുക്ക് ഉണ്ടിട്ട് പറഞ്ഞാൽ മതി. അതിനാണ് ഉണ്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ചെയ്ത് വെച്ചു. രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട്. അവിടെ ഞാൻ ചെയ്ത കാര്യം ശരിയാണെങ്കിൽ, ഇപ്പം ഞാൻ ആപ്പിളും കഴിച്ചു ഓറഞ്ചും കഴിച്ചു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഞാൻ ആപ്പിളും ഓറഞ്ചും കഴിച്ചു എന്നാ പറയാ. അല്ലാണ്ട് ഞാൻ ആപ്പിൾ കഴിച്ചു, ഞാൻ ഓറഞ്ച് കഴിച്ചു എന്ന് പറയില്ല. അതേസമയം രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണെങ്കിലോ, ഞാൻ ഒരു കാറ് മേടിച്ചു, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. സോ രണ്ടും എടുത്ത് പറയും കേട്ടോ. അവിടെ ഇഷ് രണ്ടില് സെയിം ആണല്ലോ. അപ്പൊ ഇഷ് എഴുതണ്ടെന്ന് വിചാരിക്കരുത്, വെർബ് ഡിഫറെൻ്റ് ആണ്. സോ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും മാറ്റി എഴുതണം കേട്ടോ. മാറ്റി എഴുതാൻ നല്ല എടുത്ത് എഴുതണം. കോമ യൂസ് ചെയ്യില്ല കേട്ടോ ഉണ്ടില്. ആൻഡ് എന്ന് പറയാനല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ ആഭരണം എന്തൊക്കെയാ പറഞ്ഞെന്ന്? ഉള്ളിലായോണ്ട് സ്മോൾ ലെറ്റർ മതി. പിന്നെ ആഭരണ സെന്റൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഒബ്ജക്റ്റ്. ഇനി ഉണ്ടാവുമ്പോഴോ? അങ്ങനെയല്ല, നോർമലി മനസ്സിലായ രീതിയിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റും സെയിം ഡിഫറെന്റ് ആണെങ്കിൽ, അങ്ങനെയാണോ? ഓക്കെ. ഇനി ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാത്രം എടുത്തെഴുതിയാൽ മതി. അപ്പൊ ഞാനൊരു ബുക്കും പേനയും മേടിച്ചെന്നാണെങ്കിലോ, ഞാൻ മേടിച്ചു എന്നുള്ളത് അങ്ങനെ തന്നെ വെക്കാം. ബുക്കും പേനയും മാത്രം എടുത്തെഴുതാം. നാളേക്ക് വരുമ്പോൾ രണ്ട് നോക്കിയിട്ടൊന്ന് വരാം.